90,000 രൂപ എനിക്ക് ലോണായിട്ട് തന്ന ഒരു പുതിയൊരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പുതിയൊരു ലോൺ ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ മറ്റ് ആപ്പുകളിൽ നിന്ന് റിജക്ഷൻ കാര്യങ്ങളൊക്കെ നേരിടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് ലോണ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുത്തുന്നത്. എനിക്കിവിടെ 9,000 രൂപ 30 ദിവസത്തേക്കാണ് ലോണായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1% പെർ ഡേ ആണ്. ആനുവൽ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 365% വരും. നമുക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 900 രൂപയും GST ആയിട്ട് വരുന്നത് 162 രൂപയും ടോട്ടലായിട്ട് കിട്ടുന്നത് എനിക്ക് 7,938 രൂപയാണ്. ഏകദേശം മൊത്തമായിട്ട് ഞാൻ അടയ്ക്കേണ്ടത് 10,800 അതായത് 2,700 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് 30 ദിവസത്തേക്ക് പോകും. ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ പോലും എമർജൻസി കേസിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതിനുശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ലോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ. കാരണം നിങ്ങളുടെ ലോൺ എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. സോ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുമോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാം. സോ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇതുപോലത്തെ പേഴ്സണൽ ലോൺ റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാൻ വേണ്ടി ആ ചാനലിലെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ 3 രീതിയിലുള്ള ലോണ് കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പേഴ്സണൽ ലോണ്, സാലറി, അഡ്വാൻസ് ലോണ്, അതുപോലെ ബിസിനസ് ലോണ്. ഇങ്ങനെ 3 രീതിയിലാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇവർ ലോണ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ RBI രജിസ്റ്റേർഡ് NBFC അതായത് ഒറിഷ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ലെൻഡർ ഈ ഒരു ആപ്പ് ത്രൂ ആണ് ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ RBI ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവരുടെ RBI ലിസ്റ്റ് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഒറിഷ് ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ KYC കാര്യങ്ങൾ വേണമെങ്കിൽ പാൻ കാർഡ്, ആധാർ കാർഡ്, സെൽഫി അഡ്രസ് ആണ് ഇവർ പറയുന്നത് KYC കാര്യങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് എലിജിബിലിറ്റി കാര്യങ്ങൾ അപ്രൂവൽ ആയ എമൗണ്ടിനനുസരിച്ച് നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ അവർ എടുക്കാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ 10,000 അപ്രൂവൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് അതിനുള്ളിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഒരു ആപ്ലിക്കേഷൻ ഇനാച്ച് അല്ലെങ്കിൽ ഇമാൻഡേറ്റ് ചെയ്യുക, അതായത് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവർ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ഇമാൻഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് EMI ആയിട്ടാണ് ഈ ലോണ് കാര്യങ്ങൾ, അതുപോലെ ഫോർക്ലോസ് ചെയ്യാൻ പറ്റും. NOC കാര്യങ്ങൾ ഇവർ ക്ലോസ് ചെയ്യുന്നതിന് ശേഷം NOC കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോൺ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോണ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ബട്ട് അതിൽ കുറവായിട്ട് ലോൺ ലഭിക്കുന്നുണ്ട്. എനിക്ക് 9,000 രൂപയായിരുന്നു കിട്ടിയത്. സോ റീപേയ്മെൻറ്റ് ടെന്യൂർ എന്ന് പറയുന്നത് 3 മാസം മുതൽ 60 മാസമാണ്. എന്നാൽ പോലും 1 മാസമൊക്കെയാണ് ഫസ്റ്റ് ടൈം എനിക്ക് ലോൺ ടെന്യൂറായിട്ട് തന്നിട്ടുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇതിൽ പറയുന്നത് 12% to 30% പെർ ആനം ആണ്. അത് പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് അപ് ടു 15% കാര്യങ്ങളൊക്കെയാണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഒറിഷ് ലോൺസ് എന്നാണ്. പ്ലേ സ്റ്റോറിൽ ഏകദേശം 10K+ ഡൗൺലോഡ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിലുള്ളത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വിശ്വാസ്യത എത്രയാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. സോ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ത്രൂ ലോൺ എടുക്കാൻ നിങ്ങൾ ഒരിക്കലും നിർബന്ധിക്കില്ല. എമർജൻസി പർപ്പസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ തീരുമാനമാണ് ഇതിന് ലോൺ എടുക്കണോ വേണ്ടോ എന്നൊക്കെ. സോ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. സോ ഈ ഒരു ലെൻഡർ കാര്യങ്ങളൊക്കെ RBI ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എടുക്കുന്നവർ എടുത്ത് ലോണ് കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.